ബോളിവുഡ് സൂപ്പർ താരം സൽമാൻ ഖാൻ കേണൽ സന്തോഷ് ബാബുവായി സ്ക്രീനിൽ വരുമ്പോൾ അയൽ രാജ്യത്ത് ഇത്ര വലിയ നടുക്കമുണ്ടാകുമെന്ന് ആരും കരുതിയില്ല. സിനിമ റിലീസ് ആകുന്നതിന് മുൻപേ തന്നെ ചൈന വിറച്ചു തുടങ്ങി. എന്തുകൊണ്ടാണ് സൽമാൻ ഖാന്റെ ബാറ്റിൽ ഓഫ് ഗാൽവാൻ എന്ന സിനിമ ചൈനയെ ഇത്രത്തോളം അസ്വസ്ഥമാക്കുന്നത്? നോക്കാം. 2020 ഗാൽവാൻ താഴ്വരയിൽ ഇന്ത്യൻ സൈനികർ ചൈനീസ് നുഴഞ്ഞുകയറ്റക്കാരെ തുരത്തി ഓടിച്ച ആ ധീരമായ ചരിത്രം ഇപ്പോൾ സിനിമയാവുകയാണ്. സൽമാൻ ഖാനെ നായകനാക്കുന്ന ഈ ചിത്രത്തിന്റെ ടീസർ വന്നതോടെ തന്നെ ചൈനീസ് മാധ്യമങ്ങളും അവിടുത്തെ വിദഗ്ധരുമൊക്കെ പ്രതിരോധ വിദഗ്ധരുമൊക്കെ ഒരുപോലെ ബഹളം വെച്ച് തുടങ്ങിയിരിക്കുന്നു. ഇതിൽ ഏറ്റവും രസകരമായ കാര്യം ചൈനീസ് വിദഗ്ധൻ സോങ് പിങ്ങിന്റെ പ്രതികരണമാണ്. സിനിമയിൽ വസ്തുതകൾ ഇല്ലെന്നും ചരിത്രം മാറ്റാൻ കഴിയില്ലെന്നും ഒക്കെയാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും സത്യാവസ്ഥ എന്താണെന്ന് ലോകത്തിന് മുഴുവൻ അറിയാം. അന്ന് രാത്രി നമ്മുടെ 20 വീര ജവാന്മാർ പോരാടി വീണപ്പോൾ എത്ര പേർ മരിച്ചു എന്ന് പോലും കൃത്യമായി പറയാൻ ധൈര്യമില്ലാത്തവരാണ് ഇന്ന് സിനിമയെ പേടിച്ച് ഇതുപോലുള്ള മണ്ടൻ പ്രസ്താവനകൾ ഇറക്കുന്നത്. 2020 ജൂൺ 15 ഗാൽവാനിൽ നടന്നത് ഇന്ത്യൻ സൈന്യത്തിന്റെ അസാമാന്യമായ കരുത്തിന്റെ പ്രകടനമായിരുന്നു. വെറും 4 പേർ മാത്രമേ മരിച്ചുള്ളൂ എന്ന് ചൈന അവകാശപ്പെടുമ്പോൾ ഓസ്ട്രേലിയൻ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര റിപ്പോർട്ടുകൾ പറയുന്നത് 38-ലധികം ചൈനീസ് സൈനികർ അവിടെ മഞ്ഞിൽ മരിച്ചു വീണു എന്നാണ്. ഈ സത്യങ്ങൾ വെള്ളിത്തിരയിൽ വരുമ്പോൾ ചൈനീസ് ഭരണകൂടം പതറുന്നത് സ്വാഭാവികം. തങ്ങളുടെ സൈനികരുടെ വീഴ്ചകൾ പുറത്തു വരുമോ എന്ന ഭയമാണ് വെയ്ബോ പോലുള്ള ചൈനീസ് സാമൂഹ്യ മാധ്യമ പ്ലാറ്റ്ഫോമുകളിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ ശ്രമിക്കുന്ന ഈ സമയത്ത് ഇത്തരം സിനിമകൾ ഏകപക്ഷീയമാണ് എന്നാണ് ചൈനയുടെ വാദം. എന്നാൽ അതിർത്തിയിൽ നുഴഞ്ഞു കയറാൻ നോക്കുമ്പോൾ ഈ ബന്ധമൊക്കെ എവിടെയായിരുന്നു എന്നാണ് ഇന്ത്യക്കാർ ചോദിക്കുന്നത്. ബജ്രംഗി ഭായ്ജാൻ എന്ന സിനിമയുടെ പേരിൽ സൽമാനെ സ്നേഹിച്ച ചൈനക്കാർക്ക് അദ്ദേഹം കേണൽ സന്തോഷ് ബാബുവായി വരുമ്പോൾ ദഹിക്കുന്നില്ല. ചൈനീസ് ആപ്പുകൾ ഇന്ത്യ നിരോധിച്ചത് അവർക്ക് ഇന്നും ഒരു ആഘാതമാണ്. അതിന് പിന്നാലെ ഈ ഒരു സിനിമാ പ്രഹരം കൂടി അവർക്ക് താങ്ങാനാവുന്നില്ല. ചൈനയുടെ പ്രതിഷേധം എന്തു തന്നെയായാലും ഗാൽവാനിലെ ആ വീരഗാഥ ഇന്ത്യൻ സിനിമാ പ്രേമികൾക്കിടയിൽ വലിയ തരംഗം തന്നെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. വസ്തുതകൾ ഉണ്ടോ ഇല്ലയോ എന്നത് ലോകം നേരിട്ട് കണ്ടതാണ്. അതുകൊണ്ട് അതിന്റെ ആ ഒരു കാര്യത്തിൽ ഇനി ചൈനയ്ക്ക് തർക്കിക്കാനാകില്ല. സിനിമയുടെ റിലീസോടെ ചൈനയുടെ ഈ അസ്വസ്ഥത ഇനിയും കൂടുമെന്നുറപ്പ്. കാരണം ഇന്ത്യൻ സൈന്യത്തിന്റെ കരുത്ത് വെള്ളിത്തിരയിൽ കാണാൻ രാജ്യം ഒന്നടങ്കം കാത്തിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.